ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നാളെ അൾജീരിയയിലേക്ക് പുറപ്പെടും. മെയ് 4-5 തീയതികളിലാണ് സന്ദർശനം. അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മാജിദ് തബൈനയുടെ ക്ഷണപ്രകാരമാണ് സുൽത്താന്റെ സന്ദർശനം. പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. സഹകരണ മേഖലകളെക്കുറിച്ചും പൊതുവായ ആശങ്കയുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നുവരുമെന്നും ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിവിധ മേഖലകളിൽ സഹകരണം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഒമാനും അൾജീരിയയും. രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധവും ശക്തമാണ്. ഫീസ് വർധനവിനെതിരെയും സ്കൂൾ പ്രവർത്തന സമയം അധികമാക്കിയതിലും പ്രതിഷേധിച്ച് രക്ഷിതാക്കൾ നൽകിയ ഭീമ ഹർജിയെ തുടർന്ന് സൂർ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു. MP ഹാൾ നിർമ്മാണത്തിന്റെയും സ്കൂൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണത്തിന്റെയും കെടുകാര്യസ്ഥത തീർത്ത ഫീസ് വർധനവും പുസ്തകവില വർധനവും മറ്റ് നിരവധി വിഷയങ്ങളും രക്ഷിതാക്കൾ ഉയർത്തി. 250-ലധികം രക്ഷിതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ എല്ലാ ഭാരവും രക്ഷിതാക്കളുടെ തലയിൽ വയ്ക്കുന്ന സ്കൂൾ മാനേജ്മെന്റിനെതിരെ ശക്തമായി രക്ഷിതാക്കൾ പ്രതികരിച്ചു. രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെയും ചോദ്യങ്ങളെയും നേരിടാൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് സാധിക്കാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധമുണ്ടായതായി രക്ഷിതാക്കൾ പറഞ്ഞു. രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ഏതു വിഷയങ്ങൾക്കും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പഴിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കാൻ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. സൂറിൽ ഭൂരിഭാഗം സാധാരണക്കാരായ രക്ഷിതാക്കളാണെന്നും ഇനിയും ഫീസ് വർധനവ് ഉണ്ടായാൽ ഫീസ് അടച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ട് തന്നെ ഫീസ് വർധനവ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുമാണ് രക്ഷിതാക്കൾ അറിയിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കൂട്ടിയ ഫീസ് കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാക്കാം എന്ന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉറപ്പോടെയാണ് യോഗം പിരിഞ്ഞതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഫീസ് സംബന്ധിച്ച പുതിയ സർക്കുലർ വരുന്നതുവരെ പുതുക്കിയ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നും അതിന്മേലുള്ള ഫൈനുകൾ ഈടാക്കില്ല എന്നും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഉറപ്പ് നൽകിയെന്നും അറിയിച്ചു. ഒമാനിലെ സൊഹറിനെയും UAE-യിലെ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽവേ ലിങ്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. ഭാരമേറിയ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ X പ്ലാറ്റ്ഫോമിൽ അറിയിച്ചു. ഒമാൻ റെയിൽ, ഇത്തിഹാദ് റെയിൽ തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് ഹഫീദ് റെയിൽ നിർമ്മാണം നടത്തുന്നത്. 34 മീറ്റർ വരെ ഉയരമുള്ള 60 പാലങ്ങൾ, 2.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ എന്നിവയുൾപ്പെട്ടതാണ് സൊഹർ അബുദാബി റെയിൽ പദ്ധതി. റെയിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന യാത്രാ സ്റ്റോപ്പുകൾ, ഷിപ്പിംഗ് സ്റ്റേഷനുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവ വരുന്ന പ്രദേശങ്ങളിൽ ഹഫീദ് റെയിൽ കരാറുകാരും കൺസൾട്ടന്റുമാരും റെയിൽ എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് സംഘങ്ങളും സന്ദർശിച്ച് മുന്നൊരുക്കങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. റെയിൽ ശൃംഖലയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ഇരു രാഷ്ട്രങ്ങളുടെയും കമ്പനികൾ തമ്മിൽ ഷെയർ ഹോൾഡർ ഉടമ്പടി ഒപ്പുവെച്ചു. ഖനനം, ഇരുമ്പ്, ഉരുക്ക്, കൃഷി, ഭക്ഷണം, റീട്ടെയിൽ, ഇ-കൊമേഴ്സ്, പെട്രോ കെമിക്കൽ മേഖല തുടങ്ങി ഇരു രാജ്യങ്ങളിലെയും വിവിധ മേഖലകളുടെ വികസനത്തിന് ഹഫീദ് റെയിൽ സംഭാവന നൽകും. $300 കോടി ചെലവിലാണ് സംയുക്ത റെയിൽവേ ശൃംഖല യാഥാർത്ഥ്യമാകുന്നത്. ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ സൊഹറിനും അബുദാബിക്കും ഇടയിലുള്ള യാത്രാദൂരം 100 മിനിറ്റ് കൊണ്ട് എത്താം. താമസ വാണിജ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽ ഒമാനും UAE-യും തമ്മിലുള്ള സാമൂഹികവും കുടുംബപരവുമായ ഐക്യം വളർത്തുകയും വിനോദസഞ്ചാരത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ ഇന്ത്യൻ രൂപ കരുത്താർജിക്കുന്നു. ഇന്നലെ രാവിലെ വിപണി തുറന്നപ്പോൾ വിനിമയ നിരക്ക് $1 83.83 രൂപ എന്ന നിലയിലെത്തി. വ്യാഴാഴ്ച അവസാനിച്ച സെഷനിൽ ക്ലോസ് ചെയ്ത നിരക്കിൽ നിന്നും 0.7% കൂടുതലാണിത്. 2024 ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് രൂപയുടെ നിരക്ക് 84-ന് താഴെയെത്തുന്നത്. രൂപ കരുത്ത് കാട്ടിയതോടെ ഒമാനുമായുള്ള വിനിമയ നിരക്കും താഴ്ന്നു. ഒരു ഒമാൻ റിയാലിന് 219 രൂപയാണ് ഇന്നലെ രാജ്യത്തെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിനിമയ നിരക്കാണിത്.
വരും ദിവസങ്ങളിലും സമാന സ്ഥിതി തുടരുമെന്നാണ് മണി എക്സ്ചേഞ്ചുകൾ നൽകുന്ന സൂചന. അതേസമയം ഈ ആഴ്ച മാത്രം ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്കിൽ 2% വർധനവുണ്ടായി. വിദേശ ബാങ്കുകൾ വൻതോതിൽ ഡോളർ വിറ്റഴിക്കാൻ തുടങ്ങിയതും പ്രാദേശിക കറൻസികൾ ശക്തിയാർജിക്കുന്നതുമാണ് ഇന്ത്യൻ രൂപയ്ക്ക് കരുത്തായത്. വിസ കാലാവധി കഴിഞ്ഞിട്ടും വിസ ലേബർ കാർഡ് പുതുക്കാതെ ഒമാനിൽ കഴിയുന്നവർക്ക് ആശ്വാസമായിക്കൊണ്ട് റോയൽ ഒമാൻ പോലീസിന്റെ പുതിയ ഉത്തരവ്. തൊഴിൽ വിസയിലോ ഫാമിലി വിസയിലോ വിസിറ്റിംഗ് വിസയിലോ ഒമാനിൽ വന്ന് കാലാവധി കഴിഞ്ഞവർക്ക് നാട്ടിലേക്ക് പോകുവാൻ ഇതുവരെയുള്ള മുഴുവൻ പിഴകളും ഒഴിവാക്കി. തൊഴിൽ വിസ ഉള്ളവർക്ക് ഒരു പിഴയും ഇല്ലാതെ നാട്ടിൽ പോവുകയോ വിസ പുതുക്കുകയോ മറ്റ് തൊഴിൽ വിസയിലേക്ക് മാറുകയോ ചെയ്യാവുന്നതാണ്. ഫാമിലി വിസ പുതുക്കണമെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. വിസിറ്റിംഗ് ടൂറിസ്റ്റ് വിസ കാലാവധി കഴിഞ്ഞ് പിഴ ആയവർക്ക് ഇവിടെ നിന്നും ലേബർ വിസയിലേക്ക് മാറാൻ ഒരിക്കലും സാധിക്കില്ല. തൊഴിൽ വിസയിലേക്ക് മാറണമെങ്കിൽ നിർബന്ധമായും നാട് വിടണം. പക്ഷേ വിസിറ്റ് വിസയിൽ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് പിഴ അടയ്ക്കാതെ രാജ്യം വിടാവുന്നതാണ്. ജൂലൈ 31 വരെയാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക എന്നും അധികൃതർ വ്യക്തമാക്കി. ദുബൈയിലെ പ്രധാന ആർട്ടറി റോഡായ ഷെയ്ഖ് സായിദ് റോഡിലെ ഗതാഗതം 9% കുറഞ്ഞതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. 2025 ജാനുവരിയിൽ സാലിക് ആരംഭിച്ച ഡൈനാമിക് ടോൾ സംവിധാനമാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. തിരക്കേറിയ സമയങ്ങളിൽ 6 ദിർഹം, കുറവ് ഗതാഗതമുള്ള സമയങ്ങളിൽ 4 ദിർഹം എന്നിങ്ങനെയാണ് ടോൾ നിരക്കുകൾ. ഏപ്രിൽ മുതൽ പ്രീമിയം പാർക്കിങ്ങിനും മണിക്കൂറിന് 6 ദിർഹം നിരക്ക് ബാധകമാവുകയും ചെയ്യുന്നു. ഈ സംവിധാനം ഗതാഗത കാര്യക്ഷമത 20 മുതൽ 30% വരെ മെച്ചപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ദൂരവും യാത്രാവേളയും കുറയ്ക്കാനും സുസ്ഥിര ഗതാഗതത്തിനും ഇത് സഹായകരമാവുകയും ചെയ്യുന്നു. ആളുകൾ വഴിതിരിച്ച് തിരക്കുള്ള റോഡുകൾ ഒഴിവാക്കുന്നതും ഈ കാര്യത്തിന് ഏറെ സഹായകമായി. ഇതോടെ ഷെയ്ഖ് സായിദ് റോഡിൽ നിലവിൽ സ്ഥാപിച്ച അതിവേഗ ടോൾ സംവിധാനം വഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2025 ജാനുവരിയിൽ ആരംഭിച്ച സാലിക് ഡൈനാമിക് ടോൾ വർദ്ധിച്ചുവരുന്ന ഗതാഗത സാന്ദ്രത പരിഹരിക്കുന്നതിനായാണ് നിർമ്മിച്ചത്. ഡൈനാമിക് ടോൾ, പബ്ലിക് പാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ ഗതാഗത കാര്യക്ഷമത 20 മുതൽ 30% വരെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ ഈ സംവിധാനം UAEയിലെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അബുദാബിയിലെ ഹോട്ടലുകളിൽ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ എത്തുന്നു. ഇത് അതിഥികൾക്ക് എളുപ്പമായ ചെക്ക് ഇൻ സൗകര്യമൊരുക്കും. 2025 ഏപ്രിൽ 29 പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് സന്ദർശകരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഈ സംവിധാനം അതിഥികളുടെ വിവരങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും ചെക്ക് ഇൻ സമയം കുറയ്ക്കാനും സഹായിക്കും. ആദ്യഘട്ടത്തിൽ 5 നക്ഷത്ര ഹോട്ടലുകളിലും പിന്നീട് മറ്റ് ഹോട്ടലുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും. UAEയുടെ സൈബർ സുരക്ഷാ നിയമങ്ങൾ പാലിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അബുദാബിയിൽ ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം.